ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന എന്താ സേമിയ പായസം അല്ലെങ്കിൽ അടപ്പായസം. പക്ഷെ നമുക്കൊരു വ്യത്യസ്തമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു പിറന്നാൾ വരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ വരെ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു വ്യത്യസ്തമായിട്ട് എളുപ്പം നമുക്ക് വീട്ടിലൊരു പായസം ഉണ്ടാക്കിയാലോ. ഏത്തക്ക കൊണ്ടൊരു പായസം ഉണ്ടാക്കാം. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ പോകുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഏത്തക്ക പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ഏത്തക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഗ്യാസിൽ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഏത്തക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിൽ നമ്മുടെ ശർക്കര പാവ് കാച്ചി നമുക്കെടുക്കാം. അതിനായിട്ട് ഇവിടെ 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. 1 കിലോ ശർക്കരയ്ക്കകത്തോട്ട് 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കതൊന്ന് ശർക്കര പാവ് കാച്ചി എടുക്കാം. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഏത്തക്ക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കും. അപ്പം നമ്മുടെ ശർക്കരപ്പാനി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മുകളിലേക്ക് പൊങ്ങി വരുന്ന പാകം നമുക്ക് വേണ്ടാത്ത, അത് ശർക്കരയുടെ അഴുക്ക, അത് മാറ്റിയിട്ട് വേണം നമുക്ക് നമ്മുടെ ശർക്കരയുടെ പാവ് എടുക്കാനായിട്ട്. നമ്മുടെ ശർക്കരയുടെ അഴുക്ക് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ശർക്കര അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഏത്തക്ക വെന്തോ എന്നൊന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ഏത്തക്ക വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വേവിച്ച ഏത്തക്ക ചൂടാറിയതിന് ശേഷം നല്ലോണം ഉടച്ച് നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വേവിച്ച ഏത്തക്ക നമ്മൾ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായി നമുക്ക് ഒരു ഉരുളി വെച്ച് ആ ഉരുളി ചൂടായതിന് ശേഷം ഏകദേശം ഒരു 2 ടീസ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ നെയ്ക്കകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഏത്തക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. നെയ്ക്കകത്ത് ഇട്ട ഏത്തക്ക നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത്തക്ക ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ പാവ് കാച്ചിയ നമ്മുടെ ശർക്കര ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ശർക്കര ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, കൈയെടുക്കാൻ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പാവ് കാച്ചിയ ശർക്കര മുഴുവൻ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഏത്തക്ക വറ്റുന്നിടം വരെ നമുക്ക് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മുടെ ഏത്തക്ക കുറുകി വരുന്നുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ശേഷം നമുക്ക് 2-3 സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ ഒരു കുറുക്കു പരുവായി വരുന്നുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഒറ്റയടിക്ക് നമ്മൾ 2ാം പാലം ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ ഏത്തക്ക പായസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ലതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരല്പം ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നമുക്ക് നെയ്ക്കകത്തൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ പായസം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ 1ാം പാല് ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ചൂടാകുകയും ചെയ്യാവും നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു പരുവം. തിളയ്ക്കാൻ പാടില്ല. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് പായസം തിളയ്ക്കാൻ പാടില്ല. നമ്മുടെ പായസം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഏത്തക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ വരുന്നിടം വരെ ടാറ്റാ.